ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റുമുള്ള ലോകം ഇന്ന് വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഫോൺ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ വിജയങ്ങളാണ്. ആർക്കോ പ്രമോഷൻ കിട്ടി, ആരോ പുതിയ വീട് വെച്ചു, ആരുടെയോ ബിസിനസ് വലിയ ലാഭത്തിലായി. ഇത് കാണുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും: ഞാൻ മാത്രം എവിടെയാണ്? എനിക്ക് മാത്രം എന്താണ് ഒന്നും സംഭവിക്കാത്തത്? കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ, പരാജയം ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമ്മൾ തോറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ വീഡിയോ ഇന്ന് കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും അത്തരമൊരു നിരാശയുടെ അരികിലാണെങ്കിൽ അടുത്ത 30 മിനിറ്റ് എനിക്ക് തരൂ. നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പരാജയം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പരാജയപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മളെ തളർത്തുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടിയാണ്. ഈ പരാജയ ഭീതി കാരണം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പോലും പേടിക്കുന്നു. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴുന്നു? ആ കുട്ടി വീഴുമ്പോഴൊക്കെ പരിഹസിക്കുമോ എന്ന് പേടിച്ച് എഴുന്നേൽക്കാതിരുന്നാൽ അവൻ ഒരിക്കലും നടക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ വീഴുന്നതിലല്ല പരാജയം, മറിച്ച് വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ മടിക്കുന്നതിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് 2 വ്യക്തികളുടെ ജീവിതയാത്രയാണ്. ഒരാൾ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു യുവാവ്, മറ്റൊരാൾ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റാൻ കഴിയുന്ന തിരിച്ചറിവുകൾ നൽകുന്ന ഒരു ജ്ഞാനി. മലമുകളിൽ താമസിക്കുന്ന മാധവൻ എന്ന ജ്ഞാനിയും സ്വപ്നങ്ങൾ തകർന്ന് നിരാശനായ ഗൗതം എന്ന ചിത്രകാരനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണിത്. ഇത് വെറുമൊരു കഥയല്ല, പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ്. ഈ യാത്രയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കും: ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന ആ ഭാരം സത്യത്തിൽ ആവശ്യമുണ്ടോ എന്ന്. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശാന്തമായിരിക്കുക. ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം തേടുന്നവർക്കായി ഇതാ ആ കഥ. വീഴുന്നതല്ല, എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം. ഒരു വലിയ മലനിരയുടെ താഴെയുള്ള ചെറിയ ഗ്രാമത്തിൽ ഗൗതം എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. മിടുക്കനായ ചിത്രകാരനായിരുന്നു അവൻ. പക്ഷേ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അവൻ്റെ ചിത്രങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചില്ല. അവസാനമായി പങ്കെടുത്ത ഒരു വലിയ മത്സരത്തിലും പരാജയപ്പെട്ടതോടെ ഗൗതം തകർന്നുപോയി. എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന തോന്നലിൽ അവൻ തൻ്റെ ബ്രഷുകളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നിരാശനായ അവൻ ആ ഗ്രാമത്തിലെ മലമുകളിൽ താമസിക്കുന്ന മാധവൻ എന്ന ജ്ഞാനിയെ കാണാൻ പോയി. മാധവൻ ഗൗതമിനെ കേട്ടു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നിനക്ക് മറുപടി വേണമെങ്കിൽ എൻ്റെ കൂടെ ഈ മലയുടെ മുകളിലേക്ക് വരണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. യാത്രയിലുടനീളം നീ ഒരു ഭാരമേറിയ കല്ല് കയ്യിൽ പിടിക്കണം. ഗൗതം സമ്മതിച്ചു. തുടക്കത്തിൽ ആ കല്ല് വലിയ ഭാരമായി തോന്നിയില്ല. പക്ഷേ പകുതി ദൂരം പിന്നിട്ടപ്പോൾ അവൻ്റെ കൈകൾ വേദനിക്കാൻ തുടങ്ങി. വിയർപ്പ് തുള്ളികൾ കണ്ണുകളിലേക്ക് ഇറ്റിറ്റ് വീണു. ഗൗതം ചോദിച്ചു: ഗുരു, എന്തിനാണ് ഞാൻ ഈ കല്ല് ചുമക്കുന്നത്? ഇത് എന്നെ തളർത്തുന്നു. മാധവൻ പറഞ്ഞു: കല്ലിൻ്റെ ഭാരമല്ല നിന്നെ തളർത്തുന്നത്, നീ അത് എത്ര നേരം പിടിക്കുന്നു എന്നതിലാണ് കാര്യം. മലമുകളിലെത്തിയപ്പോൾ മാധവൻ ആ കല്ല് താഴെയിടാൻ പറഞ്ഞു. ഗൗതമിന് വലിയ ആശ്വാസം തോന്നി. മാധവൻ അവനെ നോക്കി പറഞ്ഞു: ഗൗതം, നിന്റെ കഴിഞ്ഞകാല പരാജയങ്ങളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും ഈ കല്ല് പോലെയാണ്. കുറച്ചു നേരം അത് ഓർത്താൽ കുഴപ്പമില്ല. പക്ഷേ അത് എപ്പോഴും ചുമന്ന് നടന്നാൽ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. നിന്റെ കഴിവ് നശിച്ചു പോയിട്ടില്ല, നിന്റെ മനസ്സ് ഭാരം കൊണ്ട് തളർന്നു പോയതാണ്. മാധവൻ അവനെ ഒരു മുളങ്കാട്ടിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു: ഈ ചൈനീസ് മുളയെ നോക്കൂ. ഇത് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷം മണ്ണിൽ നിന്നും പുറത്തേക്ക് 1 ഇഞ്ച് പോലും വളരില്ല. ആ 4 വർഷവും കർഷകൻ ഇതിന് വെള്ളവും വളവും നൽകി പരിപാലിക്കണം. ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് കരുതി അയാൾ ഉപേക്ഷിച്ചാൽ ആ ചെടി മരിക്കും. പക്ഷേ 5-ാം വർഷം തുടങ്ങുമ്പോൾ വെറും 6 ആഴ്ച കൊണ്ട് ഈ മുള 80 അടി ഉയരത്തിലേക്ക് വളരും. ഈ 4 വർഷം അത് എന്തു ചെയ്യുകയായിരുന്നു എന്ന് നിനക്കറിയാമോ? ആകാശം മുട്ടെ വളരാനുള്ള കരുത്തിനായി അത് മണ്ണിലേക്ക് വേരുകൾ പടർത്തുകയായിരുന്നു.
ഹലോ ഫ്രണ്ട്സ്, ആ മുളയുടെ കഥ നമ്മളോട് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ പരാജയപ്പെടുകയല്ല, മറിച്ച് തയ്യാറെടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ 80 ഉയരത്തിലുള്ള വളർച്ച മാത്രമേ കാണുന്നുള്ളൂ. അതിന് പിന്നിൽ അവർ മണ്ണിലൊളിച്ച് നടത്തിയ 4 വർഷത്തെ കഠിനാധ്വാനം നമ്മൾ കാണാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേരുകൾ പടർത്തുകയാണെന്ന് വിശ്വസിക്കുക. ആഴത്തിൽ വേരുകളില്ലാത്ത മരം ചെറിയൊരു കാറ്റിൽ വീണു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഈ നിശബ്ദമായ കാലഘട്ടത്തെ സ്നേഹിക്കുക. ഈ സമയത്താണ് നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത്, നിങ്ങളുടെ കരുത്ത് വർദ്ധിക്കുന്നത്. മാധവൻ ഗൗതമിനോട് പറഞ്ഞ ആ കല്ലിൻ്റെ കാര്യം ഓർമ്മയില്ലേ? നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള കുറേ കല്ലുകളുണ്ടാകും അല്ലേ? പണ്ട് ആരോ നമ്മളെ കളിയാക്കിയത്, കഴിഞ്ഞ വർഷം സംഭവിച്ച ബിസിനസ് തകർച്ച, പരീക്ഷയിൽ തോറ്റത്, ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ചുമലിൽ വെച്ച് നടക്കരുത്. നിങ്ങൾ ആ പഴയ പരാജയങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ പുതിയൊരു ചിത്രം വരയ്ക്കാൻ നിങ്ങളുടെ കൈകൾക്ക് കരുത്തുണ്ടാവില്ല. ഫുർഗീവ്നെസ് എന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ആ പഴയ ഭാരങ്ങൾ ഇന്നിവിടെ ഈ നിമിഷം ഇറക്കി വയ്ക്കുക. ഗൗതമിൻ്റെ പ്രശ്നം അവൻ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു എന്നതായിരുന്നു. അതുകൊണ്ടാണ് തോറ്റപ്പോൾ അവൻ തകർന്നു പോയത്. എന്നാൽ മുളയെ വളർത്തുന്ന കർഷകൻ ശ്രദ്ധിക്കുന്നത് ദിവസവും വെള്ളമൊഴിക്കുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ഇതാണ്. റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടുന്നതിന് പകരം ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ എന്ന് നോക്കുക. കൺസിസ്റ്റൻസി അതാണ്. നിങ്ങൾ ദിവസവും 1% മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വ്യക്തിയെ ആയിരിക്കില്ല. ആ 5-ാം വർഷത്തെ വളർച്ച നിങ്ങളെ തേടി വരും. ലോകം മുഴുവൻ നിങ്ങളെ അവിശ്വസിച്ചാലും ആ കർഷകന് ആ മുളയിൽ വിശ്വാസമുണ്ടായിരുന്നു. 4 വർഷം ഒന്നും മുളച്ചില്ലെങ്കിലും അയാൾ വെള്ളമൊഴിക്കുന്നത് നിർത്തിയില്ല. മറ്റുള്ളവർ നിങ്ങളെ നോക്കി ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ വേരുകൾ വളരുകയാണ്. ആ വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ ആ ജ്ഞാനിയെ, ആ മാധവനെ ഉണർത്തുക. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ട് എങ്കിൽ, ഈ കഥയും വിശകലനവും കേട്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഗൗതമിനെ പോലെ നമ്മളും പലപ്പോഴും മല കയറാൻ മടിക്കുന്നത് കയ്യിലുള്ള കല്ലുകളെ പേടിച്ചാണ്. പക്ഷേ ഓർക്കുക, ആ മലയുടെ മുകളിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ആ കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ നടത്തം തുടരണം. പരാജയം എന്നത് ഒരു അന്ത്യമല്ല, അതൊരു വഴിത്തിരിവാണ്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടുന്നു എന്നതല്ല സത്യം, മറിച്ച് ആ അടഞ്ഞ വഴിയിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നു എന്നതാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ആ ചൈനീസ് മുളയെ ഓർത്ത് ചെയ്യുക. ഫലം ഉടനെ കാണുന്നില്ല എന്ന് കരുതി നിരാശരാകരുത്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പേടിക്കുകയാണോ? ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ പടി വയ്ക്കുക. പരാജയപ്പെടുമെന്ന് കരുതി പഠനം നിർത്താൻ ആലോചിക്കുകയാണോ? ഒരിക്കൽ കൂടി ആ പുസ്തകം തുറക്കുക. നിങ്ങളുടെ കരിയറിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? വേരുകൾ പടർത്താൻ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ 5-ാം വർഷം എത്ര അകലെയാണെന്ന് ആർക്കും അറിയില്ല. അത് അടുത്ത മാസമോ അടുത്ത വർഷമോ ആകാം. പക്ഷേ നിങ്ങൾ ഇന്ന് വെള്ളമൊഴിക്കുന്നത് നിർത്തിയാൽ ആ വളർച്ച ഒരിക്കലും സംഭവിക്കില്ല. ജീവിതം ഒരിക്കൽ മാത്രമേയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ പഴയ പരാജയങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ തടാൻ അനുവാദം നൽകരുത്. ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളെല്ലാം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ വിത്തിന് മണ്ണിലെ ഇരുട്ടിനെ അതിജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അത് ആകാശത്തോളം വളർന്നത്. നിങ്ങളുടെ ഇരുട്ടാണ് നിങ്ങളുടെ കരുത്ത്. ഗൗതം മലയിറങ്ങിയത് ആ പഴയ നിരാശനായ യുവാവായിട്ടല്ല, മറിച്ച് പുതിയൊരു ലോകം വരയ്ക്കാൻ വെമ്പുന്ന കലാകാരനായിട്ടാണ്. അതുപോലെ ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിങ്ങളും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആ മുളങ്കാട് വളർന്നു പന്തലിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും പ്രത്യാശ നൽകാൻ സഹായിക്കട്ടെ. മറ്റൊരു കരുത്തുറ്റ ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.